മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 6-ാമത്തെ അധ്യായത്തിന്റെ 5 മുതലുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ ഈശോനാഥൻ ഈ നോമ്പുകാലത്തിൽ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കുന്നുണ്ട്. നോമ്പിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ഹൃദയം കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ഹൃദയത്തിൽ ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈശോ തിരുവചന ഭാഗത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കയറി കതകടച്ചിരുന്ന് രഹസ്യമായി പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിന്റെ പ്രാർത്ഥന കേൾക്കും. എന്താ രഹസ്യമായി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കതകുകൾ അടയ്ക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തെ ഈ ലോകത്തിലേക്ക് തുറന്നിട്ടിരിക്കുന്ന നമ്മുടെ ഹൃദയവാതിലുകൾ അടയ്ക്കണം. നമ്മുടെ ഹൃദയത്തിൽ ദൈവം മാത്രമായിരിക്കണം. ആ ദൈവത്തോട് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ആ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയാണ് ഈ നോമ്പ് കാലത്തിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. ഈ നോമ്പിൽ നമ്മൾ ഒത്തിരി സംസാരിക്കാൻ പോകരുത്, ആവശ്യത്തിന് മാത്രം സംസാരം. നമ്മൾ പല കാര്യങ്ങളിൽ വ്യാപൃതരാവരുത്. എന്ത് ചെയ്താലും ദൈവത്തെ ഓർത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. കൂടുതൽ സമയം ഹൃദയത്തിൽ ദൈവവുമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നീ ജോലി ചെയ്താലും ഹൃദയത്തിൽ ഈശോയുമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നീ എന്ത് ചെയ്താലും ഹൃദയത്തിൽ ദൈവത്തെ ഇരുത്തി ആ ദൈവവുമായിട്ടുള്ള ഒരു സംസാരത്തിലൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് നിനക്ക് സാധിക്കണം. ലോകത്തിലേക്ക് തുറക്കുന്ന, ലോകത്തിന്റെ സുഖങ്ങളിലേക്ക് തുറക്കുന്ന, ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് തുറക്കുന്ന ഹൃദയവാതിലുകൾ നീ അടയ്ക്കണം. ഈ ലോകത്തിൽ നിന്ന് എന്തെല്ലാം നിന്റെ ഉള്ളിലേക്ക് കയറാമോ അതൊന്നും കയറാതെ നിന്റെ ഹൃദയവാതിലുകൾ പരിപൂർണമായിട്ട് അടച്ച്, എന്ന് പറഞ്ഞാൽ നിന്റെ ലോകത്തിന് വേണ്ടിയുള്ള, ലോകത്തിന് സുഖത്തിന് വേണ്ടിയുള്ള നിന്റെ മോഹങ്ങളെയും ആഗ്രഹങ്ങളെയും നിന്റെ ഇഷ്ടങ്ങളെയും നീ അടയ്ക്കണമെന്നുള്ളതാണ്. പ്രലോഭനങ്ങൾക്ക് നേരെ ഹൃദയവാതിലുകൾ അടയ്ക്കണമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ലോകത്തിന്റെ മുൻപിൽ നിന്റെ ഹൃദയത്തിന്റെ വാതിലുകൾ നീ അടച്ചാല് ദൈവം നിന്നെ കാണും. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കുമെന്ന് വചനം പഠിപ്പിക്കുകയാണ്. നിന്റെ ഹൃദയത്തിൽ ഈശോയായിരിക്കട്ടെ. നിന്റെ ഹൃദയം മുഴുവനും ഈശോ ഭരിക്കട്ടെ. ഈശോയെ നീ സ്നേഹിക്കണം. എപ്പോഴും നടക്കുന്ന വഴിക്കൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുക, ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്റെ ഹൃദയ കവാടങ്ങൾ ഇതാ നിനക്കായി തുറന്നിരിക്കുന്നു. എന്റെ ഹൃദയം ഇതാ നിനക്കായി ഞാൻ തന്നിരിക്കുന്നു. ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എപ്പോഴും ഈശോയെ സ്നേഹിച്ചുകൊണ്ട്, ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഇങ്ങനെയൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നു നോക്കിക്കേ. പ്രിയപ്പെട്ടവരെ, നിന്റെ എല്ലാ കാര്യത്തെയും കർത്താവ് അനുഗ്രഹിക്കും. നിന്റെ ജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കും. നിന്റെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കും. നിന്റെ അധ്വാനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുമെന്ന് മറന്നുപോകരുത്. കരങ്ങളെ യാചനയോടെ പിടിച്ച് ഈ ദിവസത്തിലെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുക്കുക. ഈ ദിവസം മുഴുവനും ഈശോയ്ക്ക് ഹൃദയത്തിൽ കൂടുതൽ സ്ഥാനം കൊടുക്കാൻ, ആ ഈശോയുമായിട്ട് സ്നേഹ സംഭാഷണത്തിൽ ഏർപ്പെടാൻ, ആ ഈശോയെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈശോയുടെ മുമ്പിൽ നമ്മുടെ ഈ ദിവസത്തിന്റെ എല്ലാ കാര്യങ്ങളും കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, ഇവരുടെ കഷ്ടപ്പാടുകളിലേക്ക്, ഇവരുടെ കുറവുകളിലേക്ക്, ഇവരുടെ ഇല്ലായ്മകളിലേക്ക്, ഇവരുടെ ഭാരങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലണമേ. ഈ ദിവസം ഇവരെ അനുഗ്രഹിക്കണമേ. ഇവരുടെ അധ്വാനങ്ങളെ അനുഗ്രഹിക്കണമേ. ഇവരുടെ വഴികളിൽ അങ്ങ് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഇവരിൽ നിന്ന്, ഇവരുടെ ഭവനങ്ങളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളെയും ബന്ധനങ്ങളെയും കെട്ടുകളെയും പിശാചിന്റെ ഉപദ്രവങ്ങളെയും നാരകീയ ശക്തികളെയും ബന്ധിച്ചു നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.